എഡിഫൈ ലേണിംഗിന്റെ കേട്ടറ്റ് ബയോളജി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനുഷ്യരിലെ ദഹന വ്യവസ്ഥയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിന്റെ ഒരു തുടർ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായയിൽ വെച്ച് എങ്ങനെയാണ് ദഹനം നടക്കുന്നത്, അതിന് വായയിലെ ഘടകങ്ങൾ എങ്ങനെയാണ് ദഹനത്തിന് സഹായിക്കുന്നത്, ഭക്ഷണത്തിലെ പ്രധാന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്, അത്തരം പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി വായയ്ക്ക് ശേഷം ഭക്ഷണത്തിന് എന്ത് സംഭവിക്കുന്നു, പൂർണ്ണമായ ദഹനം എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ടു എഡിഫൈ ലേണിംഗ്. വായ കഴിഞ്ഞതിന് ശേഷം വരുന്ന ദഹനനാളത്തിന്റെ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ഗ്രസനി. വായ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഭാഗമാണ് ഗ്രസനി. ഈ ഗ്രസനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതേപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായുവും കോമൺ ആയി കടന്നു പോകുന്ന പാത്വേ ആണ്, കോമൺ ആയി കടന്നു പോകുന്ന പാതയാണ് ഏത്? ഗ്രസനി എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഗ്രസനിയിൽ കൂടെ പോകുന്നുണ്ട്, അതേപോലെ നമ്മൾ എടുക്കുന്ന ശ്വാസം അല്ലെങ്കിൽ വായു ഇതിലൂടെ പോകുന്നുണ്ട്, ഗ്രസനയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഗ്രസനി കഴിഞ്ഞതിന് ശേഷം വരുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് അന്നനാളം. അതിനുശേഷം ഗ്രസനിക്ക് ശേഷം വരുന്ന ഭാഗമാണ് സുഹൃത്തുക്കളെ അന്നനാളം. ഈ അന്നനാളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ അന്നനാളം ഫുഡ് പൈപ്പ് എന്നറിയപ്പെടുന്നു. ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഫുഡ് പൈപ്പ് എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സുഹൃത്തുക്കളെ? അന്നനാളമാണ്. അന്നനാളത്തെ നമ്മൾ ഈസോഫാഗസ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അന്നനാളത്തിന്റെ ഇംഗ്ലീഷ് നെയിമാണ് ഈസോഫാഗസ്, അതുകൂടി അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി ഈ അന്നനാളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അന്നനാളത്തിൽ ഒരു പ്രത്യേക തരം ചലനമുണ്ട്. ആ ചലനത്തെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. എന്താണ് ചലനത്തിന്റെ പേര്? പെരിസ്റ്റാൾസിസ്. എന്താണ് ആക്ച്വലി പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്? അന്നനാളം എന്ന് പറയുന്നത് ഇങ്ങനെ നീളത്തിലുള്ള ഒരു കുഴലാണ്. ഇതിലൂടെ ഭക്ഷണം പോകുമ്പോൾ ഭക്ഷണത്തെ താഴോട്ട് തള്ളി വിടാനായിട്ട് അന്നനാളത്തിൽ ഉണ്ടാവുന്ന റിതമിക് ആയിട്ടുള്ള ഒരു ചലനമാണ് ഇത് പെരിസ്റ്റാൾസിസ്. സോ പെരിസ്റ്റാൾസിസ് എന്ന ചലനം കാണപ്പെടുന്നത് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ്? അന്നനാളത്തിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? ഗ്രസനിയും അന്നനാളവും ക്ലിയർ ആണോ? അന്നനാളം അഥവാ ഈസോഫാഗസ് എന്നറിയപ്പെടുന്നു. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. അന്നനാളത്തിന് ശേഷം ഭക്ഷണം എത്തുന്നത് എവിടേക്കാണ്? ആമാശയം അഥവാ സ്റ്റൊമക്കിലേക്കാണ്. അന്നനാളത്തിന് ശേഷം ഭക്ഷണം എത്തുന്നത് എങ്ങോട്ടാണ്? ആമാശയം അഥവാ സ്റ്റൊമക്കിലേക്കാണ്. സ്റ്റൊമക്കിന്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത്, ആമാശയത്തിന്റെ ഘടന പറയുമ്പോൾ ആമാശയം ഏത് ആകൃതിയിലാണുള്ളത്? ഏത് ലെറ്ററിന്റെ ആകൃതിയിലാണ്? ഏത് ഇംഗ്ലീഷ് ലെറ്റർ ആണിത്? ജെ. ഏകദേശം ജെ ആകൃതിയിലാണ് മക്കളെ എന്ത് കാണപ്പെടുന്നത്? ആമാശയം കാണപ്പെടുന്നത്. ഇനി ഈ ആമാശയത്തിന് 3 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. ആമാശയത്തെ എത്ര ഭാഗങ്ങളായിട്ടാണ് തിരിക്കാൻ പറ്റുന്നത്? 3 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് കാർഡിയ. എന്താണ് ആമാശയത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേര്? കാർഡിയ ആണ്. രണ്ടാമത്തെ ഭാഗമാണ് ഏത്? ഫണ്ടസ് ഓർ ബോഡി എന്നറിയപ്പെടും. രണ്ടാമത്തെ ഭാഗം ഫണ്ടസ് ഓർ ബോഡി എന്നറിയപ്പെടും. മൂന്നാമത്തെ ഭാഗമാണ് പൈലോറിക്. പൈലോറിക്. എന്താണ് മൂന്നാമത്തെ ഭാഗം? പൈലോറിക്. സോ നമ്മുടെ ആമാശയത്തെ എത്രയായി നമുക്ക് തരംതിരിക്കാം? ആമാശയത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് ആ 3 ഭാഗങ്ങള്? കാർഡിയ ഓർ കാർഡിയാക് എന്നും പറയാറുണ്ട്. കാർഡിയ, ഫണ്ടസ് ഓർ ബോഡി, മൂന്നാമത്തെ ഭാഗമാണ് ഇത് പൈലോറിക്.
ഒരു തവണ ചോദിച്ച ചോദ്യം, ഏത് ഷേപ്പാണ്, ഏത് ആകൃതിയാണ് ആമാശയത്തിനുള്ളത് എന്നതാണ്. ഏത് ആകൃതിയാണ്? ജെ ആകൃതിയാണ് ആമാശയത്തിന് ഉള്ളത്. ക്ലിയർ ആണോ? ഇനി ദഹനത്തിൽ ആമാശയത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. എന്താണ് ദഹന വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആമാശയം ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ്. സോ ആമാശയത്തിൽ നമ്മൾ വായയില് ഉമിനീർ ഗ്രന്ഥി ഉണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വായയിൽ ഏത് ഗ്രന്ഥി ഉണ്ട്? ഉമിനീർ ഗ്രന്ഥി ഉണ്ട്. അതേപോലെ സുഹൃത്തുക്കളെ, ആമാശയത്തിൽ കാണുന്ന ഗ്രന്ഥിയാണ് ഏത്? ഉദരഗ്രന്ഥി. വായയിൽ ഉമിനീർ ഗ്രന്ഥി ഉള്ളതുപോലെ ആമാശയത്തിൽ കാണുന്ന ഗ്രന്ഥിയാണ് ഏത്? ഉദരഗ്രന്ഥി ഓർ ആമാശയ ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നുണ്ട്. ഉദരഗ്രന്ഥി അല്ലെങ്കിൽ ആമാശയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നുണ്ട്. ആമാശയത്തിന് നമ്മൾ ഉദരാശയം എന്നും ആമാശയം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഉദരഗ്രന്ഥി ഏത് രസം ഉൽപ്പാദിപ്പിക്കുന്നു? ആമാശയ രസം ഉൽപ്പാദിപ്പിക്കുന്നു. ഉദരഗ്രന്ഥി ഏത് രസമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആമാശയ രസമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഈ ആമാശയ രസത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആമാശയ രസത്തിൽ 3 ഘടകങ്ങളാണ് ഉള്ളത്. ആമാശയ രസത്തിൽ എത്ര ഘടകങ്ങളാണ്? 3 ഘടകങ്ങളാണുള്ളത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ചോദ്യ പേപ്പറുകളിൽ കാണുന്ന ഒരു ഭാഗം തന്നെയാണിത്. സോ എന്തൊക്കെയാണ് ആമാശയ രസത്തിലുള്ളത്? 1 പെപ്സിൻ. എന്താണ്? 1 പെപ്സിൻ. പെപ്സിൻ എന്തിനു സഹായിക്കുന്നു? പ്രോട്ടീനുകളുടെ ദഹനത്തെ അഥവാ മാംസ്യങ്ങളുടെ ദഹനത്തെ, മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നതാണ് ആര്? പെപ്സിൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ് മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്നത്? അത് മറ്റെവിടെയുമല്ല, ആമാശയത്തിൽ വെച്ചാണ്. വായയിൽ വെച്ച് ആരംഭിക്കുന്നുണ്ടോ? ഇല്ല, വായയിൽ വെച്ച് ആരംഭിക്കുന്നില്ല. എവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്? ആമാശയത്തിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. സോ ആമാശയ രസത്തിൽ ഒന്നാമതായി കാണപ്പെടുന്നതാണ് എന്ത്? പെപ്സിൻ ഉണ്ട്. ഇത് കൂടാതെ ആമാശയ രസത്തിലുള്ളതാണ് HCl. എന്താ HCl? ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. പല രീതിയിലും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ആ ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ദഹന വ്യവസ്ഥയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ആ ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെയാ കാണപ്പെടുന്നത്? അത് ആമാശയത്തിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? എന്തിനാണ് ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയ രസം ഉൽപ്പാദിപ്പിക്കുന്നത്? അത് ഒരു pH ക്രമീകരിക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അസിഡിക് മീഡിയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ആസിഡ് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ pH ക്രമീകരിക്കാൻ വേണ്ടിയാണ് എന്തുള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് pH ക്രമീകരിക്കുന്നത് കൊണ്ടാണ് പെപ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രോട്ടീൻ അഥവാ മാംസ്യത്തെ ദഹിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ ആണോടാ? ഓക്കെ, പ്രോട്ടീനെ ദഹിപ്പിക്കാൻ ആരാണ് ദഹിപ്പിക്കുന്നത്? പെപ്സിൻ ആണ് ദഹിപ്പിക്കുന്നത്. അങ്ങനെ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ പെപ്സിൻ ആക്റ്റീവ് ആയിട്ട് നിൽക്കണമെങ്കിൽ, നല്ല ജില്ലായി പെപ്സിൻ നിൽക്കണമെങ്കിൽ ആര് വേണം സുഹൃത്തുക്കളെ? HCl വേണം. HCl ഒരു പ്രത്യേക pH നൽകുന്നു, അല്ലെങ്കിൽ ഒരു അസിഡിക് എൻവയോൺമെന്റ്, ഒരു അസിഡിക് ചുറ്റുപാടുമുള്ള മീഡിയത്തെ ഒരു അസിഡിക് ആക്കി മാറ്റുന്നു. ആര്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ക്ലിയർ ആണോ? ഇനി മൂന്നാമതായി നമ്മുടെ ആമാശയ രസത്തിൽ കാണുന്നതാണ് ശ്ലേഷ്മം. എന്താണ്? ശ്ലേഷ്മം. എന്തിനാണ് ഈ ശ്ലേഷ്മം? ശ്ലേഷ്മം വായയിലും ഉണ്ട് ഇല്ലേ? അതൊരു വഴുതൽ പ്രകൃതം നൽകാനായിരുന്നു. വായയിൽ വഴുതൽ പ്രകൃതം നൽകി ഭക്ഷണത്തെ വിഴുങ്ങാൻ വേണ്ടിയായിരുന്നു.
പക്ഷേ ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് ആമാശയത്തിൽ. അത് നമുക്കറിയാം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നല്ല പവർ ഉള്ള ഒരു ആസിഡ് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ആസിഡിന്റെ ആക്ഷനിൽ നിന്ന് നമ്മുടെ ആമാശയത്തിന്റെ ഭിത്തികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ആമാശയ ഭിത്തികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്തുള്ളത്, ശ്ലേഷ്മം ഉള്ളത്. സോ ആമാശയ ഭിത്തിയെ ആസിഡിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് ആരാണ്? ശ്ലേഷ്മമാണ്. പെപ്സിന് പ്രവർത്തിക്കാൻ ആവശ്യമായ pH നൽകുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പെപ്സിൻ ആരുടെ ദഹനവുമായി ബന്ധപ്പെട്ട പ്രോട്ടീൻ ആണ്? പ്രോട്ടീൻ അല്ല, ഒരു എൻസൈം ആണ് പെപ്സിൻ. ആരുടെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്? പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സോ ഇപ്പം നമ്മൾ വായ പഠിച്ചു, ഗ്രസനി പഠിച്ചു, അന്നനാളം പഠിച്ചു, ആമാശയവും പഠിച്ചു. ആമാശയത്തിന്റെ ആകൃതി ജെ ആകൃതി 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദഹന വ്യവസ്ഥയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ദഹന വ്യവസ്ഥയുടെ അടുത്ത ഭാഗമാണ് ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. പേര് ചെറുകുടൽ എന്നാണെങ്കിലും ആള് വലിയവനാണ്. ഓക്കെ, പേര് ചെറുകുടൽ എന്നാണെങ്കിലും ആള് വലിയവനാണ്. നമ്മൾ പറയും കാന്താരി ഇത്തിരി പോലെ മതി, ഇല്ല ഇത്തിരി മതി കാന്താരി, പക്ഷെ ആളെന്താണ്? സൂപ്പറാണ്. അതേപോലെയാണ് നമ്മുടെ ചെറുകുടലും സുഹൃത്തുക്കളെ. ചെറുകുടൽ എന്ന് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ്. ചെറുകുടൽ എന്നാണ് പറയുന്നതെങ്കിലും ഏറ്റവും നീളം കൂടിയ ഭാഗം ഏതാണ് സുഹൃത്തുക്കളെ? അത് മറ്റാരുമല്ല, ചെറുകുടലാണ്. എന്തിനാണ് ഈ ചെറുകുടൽ? എന്താണ് ചെറുകുടലിന്റെ ആവശ്യകത? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ദഹനം എന്ന പ്രക്രിയ, ദഹനം എന്ന പ്രോസസ്സ്, അതിൽ എന്തിന്റെയൊക്കെ ദഹനം വരാം? അന്നജത്തിന്റെ ദഹനം വരാം, അതേപോലെ പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ ദഹനം വരാം, കൊഴുപ്പിന്റെ ദഹനം വരാം. ഇവരുടെയൊക്കെ ദഹനം കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ വലിയവനായ ചെറുകുടലിൽ വെച്ചിട്ടാണ്. വലിയവനായ ഈ ചെറുകുടലിൽ വെച്ചാണ് ഇവരുടെ എല്ലാം ദഹനം. ആരുടെയൊക്കെ ദഹനം? അന്നജം, പ്രോട്ടീൻ, കൊഴുപ്പ്, ഇവരുടെയൊക്കെ ദഹനം കംപ്ലീറ്റ് ആവുന്നത്, പൂർണ്ണമാവുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ വലിയവനായ ചെറുകുടലിൽ വെച്ചാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദഹനം എല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? ദഹനം കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറുകുടലിലേക്ക് കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ എത്തുന്നുണ്ട്. ഓക്കെ, ചെറുകുടലിലേക്ക് ആരൊക്കെ വരുന്നുണ്ട്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസവും വരുന്നുണ്ട്, ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രസവും വരുന്നുണ്ട്. പിന്നെ ചെറുകുടൽ അതിൻ്റെതായിട്ട് ചെറുകുടലും ചില ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടി പ്രവർത്തിച്ചിട്ടാണ് ഇവരുടെ എല്ലാ കംപ്ലീറ്റ് ദഹനം നടക്കുന്നത്. ഒരു തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പൂർണ്ണമായും ദഹനം അവസാനിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് സുഹൃത്തുക്കളെ? ആമാശയത്തിലല്ല, അത് എവിടെയാണ്? ചെറുകുടലിലാണ്. സോ ഈ ചെറുകുടലിൽ വെച്ച് ദഹനം നടന്ന ഭക്ഷണ വസ്തുക്കളെ നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നുണ്ട്. ഭക്ഷണം സ്റ്റൊമക്കിലെത്തി അവിടെ നിന്നിട്ട് നമുക്ക് കാര്യമില്ല, അല്ലേ? സോ സ്റ്റൊമക്കിൽ അഥവാ ആമാശയത്തിൽ എത്തിയ ഭക്ഷണത്തിന്റെ ആ ഒരു പോഷക ഘടകങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് എത്തണം. അങ്ങനെ രക്തത്തിലേക്ക് പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? എവിടെ വെച്ചിട്ടാണ്? വേറെ എവിടെയും വെച്ചിട്ടല്ല, അത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഇങ്ങനെ ആഗിരണം ചെയ്യാൻ, ആഗിരണത്തിന് സഹായിക്കുന്ന ചെറിയ ചെറിയ വില്ലസുകൾ എവിടെ കാണപ്പെടുന്നുണ്ട്? ചെറുകുടലില് കാണപ്പെടുന്നുണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, വില്ലസുകൾ എന്തിന് സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? വില്ലസുകൾ എന്തിന് സഹായിക്കുന്നു? വില്ലസുകൾ ആഗിരണത്തിന് സഹായിക്കുന്നു. ഓക്കെ ആണോ? ദഹനം പൂർണ്ണമാവുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ? ചെറുകുടലിൽ വെച്ചാണ്
പൂർണ്ണമാവുന്നത്? ചെറുകുടൽ എവിടുന്നൊക്കെ രസങ്ങളെ സ്വീകരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ചെറുകുടൽ കരളിൽ നിന്നും രസം സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എവിടെ നിന്നും സ്വീകരിക്കുന്നുണ്ട്? ആഗ്നേയ ഗ്രന്ഥിയിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട്. ആഗ്നേയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. ഓക്കെ, നമ്മൾ ആമാശയത്തിന് 3 ഭാഗങ്ങളായി പറഞ്ഞല്ലോ ഇല്ലേ? ആമാശയത്തിന് നമ്മൾ 3 ഭാഗങ്ങളായി പറഞ്ഞു. അതേപോലെ തന്നെ ചെറുകുടലിനും 3 ഭാഗങ്ങളാണുള്ളത്. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ചെറുകുടലിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ഒന്ന് ഡ്യൂഡിനം. ഡ്യൂഡിനമാണ് ഫസ്റ്റ് ഭാഗം. ആമാശയം കഴിഞ്ഞ് ജസ്റ്റ് അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് ഏത്? ഡ്യൂഡിനം. അതിനുശേഷം വരുന്നതാണ് ജജുനം. ലാസ്റ്റ് വരുന്നതാണ് അടുത്ത ഭാഗത്തേക്ക് വൻകുടലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ് എന്ത്? ജജുനം. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കരളിനെ കുറിച്ചാണ്. ദഹനത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒരു അവയവം തന്നെയാണ് കരള്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസത്തെ ആരാണ് സ്വീകരിക്കുന്നത് സുഹൃത്തുക്കളെ? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസത്തെ സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സ്വന്തം വലിയവനായ ചെറുകുടൽ. സോ കരളിനെ പറ്റി പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ആരാണ്? മറ്റാരുമല്ല, നിങ്ങളുടെ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ആൻഡ് ആ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് ഏത്? ബൈൽ രസം. ആ ബൈൽ രസം എവിടേക്കാണ് അവസാനം എത്തുന്നത്? എവിടേക്കാണ്? ചെറുകുടലിലേക്കാണ്. കരള് എന്തുൽപ്പാദിപ്പിക്കുന്നു? ബൈൽ രസം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ബൈൽ രസത്തെ അവസാനമായി എത്തുന്നത് എവിടേക്കാണ്? ചെറുകുടലിലേക്കാണ്. ബൈൽ രസം അല്ലെങ്കിൽ പിത്തരസം എന്നും പറയാറുണ്ട്. സോറി, പിത്തരസം. കരളിന്റെ കരളെ നീ ഉണ്ടാക്കും പിത്തരസം. പിത്തരസം ഉണ്ടാക്കുന്നത് ആരാണ്? കരളാണ്. കരൾ ഉത്പാദിപ്പിക്കുന്നതാണ് പിത്തരസം അഥവാ ബൈൽ രസം. എന്താണ് ഈ കരൾ ഉണ്ടാക്കുന്ന പിത്തരസത്തെ ഇത്രയും ഇമ്പോർട്ടന്റ് ആക്കിയത്? വേറൊന്നുമല്ല, നമ്മുടെ ബോഡിയില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ആ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന പ്രക്രിയ അതിനെ നമ്മൾ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയും. എന്താ പറയാ? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. സോ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റിന് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം കരൾ ഉണ്ടാക്കുന്ന പിത്തരസമാണ്. നമ്മുടെ കരൾ ഉണ്ടാക്കുന്ന പിത്തരസം എന്തിനു സഹായിക്കുന്നു? ഫാറ്റിന്റെ ഡൈജഷൻ അല്ലെങ്കിൽ ഫാറ്റിന്റെ ദഹനത്തിന് വളരെയധികം പങ്ക് വഹിക്കുന്നു. ആൻഡ് ഫാറ്റിന്റെ ദഹനത്തിന്റെ ആ പ്രക്രിയയാണ് എന്താണോ? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ പറഞ്ഞു ചെറുകുടൽ ആരുടെയൊക്കെ രസങ്ങളെ സ്വീകരിക്കുന്നുണ്ട്? നമ്മുടെ സ്വന്തം കരളിന്റെ രസവും നമ്മുടെ ആഗ്നേയ ഗ്രന്ഥിയുടെ ഇംഗ്ലീഷ് നെയിമാണ് പാൻക്രിയാസ്. എന്താണ് ആഗ്നേയ ഗ്രന്ഥിയുടെ നെയിം? പാൻക്രിയാസ്. സോ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് ഏത്? ഉണ്ടാക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി അല്ലേ? സോ രസത്തിന്റെ പേര് എന്തായിരിക്കും? ആഗ്നേയരസം. ഉണ്ടാക്കുന്ന രസമാണ് ഏത്? ആഗ്നേയരസം. ഈ ആഗ്നേയരസത്തിൽ ഉള്ള ഒരു രാസാഗ്നി അഥവാ എൻസൈമാണ് ട്രിപ്സിൻ. ആരാണ് സുഹൃത്തുക്കളെ ഉള്ളത്? ട്രിപ്സിൻ ആണുള്ളത്. ഇത് പ്രോട്ടീന്റെ ഡൈജഷന് സഹായിക്കുന്ന എൻസൈമാണ്. നമ്മുടെ ആമാശയത്തിൽ ഉണ്ടായിരുന്നു പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു രാസാഗ്നി എൻസൈം ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? പെപ്സിൻ. ആമാശയത്തിൽ അവിടെ വന്ന് പെപ്സിൻ ആൻഡ് ഇവിടെ വന്ന് ട്രിപ്സിൻ. ഇവിടെ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസത്തിൽ എന്തുണ്ട്? ട്രിപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം പ്രോട്ടീനെ എന്താക്കുന്നു? പെപ്റ്റോൺ. പ്രോട്ടീനെ എന്താക്കുന്നു? പെപ്റ്റോൺ ആക്കി മാറ്റുന്നു. ആൻഡ് ട്രിപ്സിൻ മാത്രമാണോ ആഗ്നേയരസത്തിലുള്ളത്? അല്ല, ആഗ്നേയരസത്തിൽ ട്രിപ്സിനെ കൂടാതെ ഉള്ളത് ആണാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്. പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് അഥവാ ഫാറ്റ്. അപ്പൊ അത് എന്തിനെ ദഹിപ്പിക്കാനായിരിക്കും?
എന്തിനെ ദഹിപ്പിക്കാനായിരിക്കും? ഫാറ്റിനെ ദഹിപ്പിക്കാനാണ്. സോ ലിപ്പിഡിന് അഥവാ കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ചോദ്യങ്ങളാണ്. കൊഴുപ്പിനെ ലിപ്പേസ് എന്താണ് ആക്കുന്നത്, അല്ലെങ്കിൽ കൊഴുപ്പിനെ ഇങ്ങനെ ആക്കി മാറ്റുന്ന ആരാണ്? സോ ഈ പോയിന്റ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾ എന്തായിരിക്കും കേട്ടറ്റ് ബയോളജി നിങ്ങൾ ഫുൾ സ്കോർ ചെയ്തിരിക്കും. ഓക്കെ, സോ പാൻക്രിയാറ്റിക് ലിപ്പേസ് ലിപ്പിഡിനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ആഗ്നേയഗ്രന്ഥിയില് ട്രിപ്സിൻ ഉണ്ട്, പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്. ഇത് കൂടാതെ പാൻക്രിയാറ്റിക് അമിലേസും ഉണ്ട്. സോ സലൈവറി അമിലേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്നജത്തെ ഭാഗികമായി എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അന്നജത്തെ ഗ്ലൂക്കോസ് ആക്കാൻ സഹായിക്കുന്നത് ആരാണ്? അന്നജത്തെ ഗ്ലൂക്കോസ് ആക്കാൻ സഹായിക്കുന്നു നമ്മുടെ സ്വന്തം പാൻക്രിയാറ്റിക് അമിലേസ്. അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നത് സലൈവറി അമിലേസ്, മറ്റൊരു പേര് ടയലിൻ. സോ ഇത്രയുമാണ് ആഗ്നേയ ഗ്രന്ഥിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ ആണോ? ആഗ്നേയ ഗ്രന്ഥി എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് ആഗ്നേയ രസം. ആൻഡ് അതില് 3 പ്രധാനപ്പെട്ട എൻസൈമുകളാണ് ഉള്ളത്, അവരുടെ ഡ്യൂട്ടിയും. ഓക്കെ, ഓർത്ത് വെക്കുക. എക്സാമിന് ഇതിൽ നിന്ന് എന്തായാലും ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഓക്കെ, ആഗ്നേയ ഗ്രന്ഥി കഴിഞ്ഞാൽ പേരിൽ വലിയവനായ വൻകുടൽ. ആഗ്നേയ ഗ്രന്ഥി കഴിഞ്ഞാൽ ആരാണുള്ളത്? പേരിൽ വലിയവനായ വൻകുടലാണുള്ളത്. പക്ഷെ ആളുണ്ട് വൻകുടലാന്ന് പറയാനുള്ള കാരണം അതിന് കുറച്ച് തടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ചെറുകുടലിനാണ് എന്തുള്ളത്? നീളം കൂടുതലുള്ളത്. സോ വൻകുടലിൽ വെച്ച് പ്രധാനമായും സംഭവിക്കുന്നത് ദഹനം എവിടെ കഴിഞ്ഞു? ചെറുകുടലിൽ കഴിഞ്ഞു. ആഗിരണവും എവിടെ കഴിഞ്ഞു? ചെറുകുടലിൽ കഴിഞ്ഞു. ഇനിയിപ്പോ വൻകുടൽ എന്തിനാ വേണം. കാരണം എന്താ? വൻകുടലിൽ വെച്ചിട്ടാണ് എന്തിന്റെ ആഗിരണം നടക്കുന്നത്? ജലവും ധാതുക്കളും ആഗിരണം ചെയ്യപ്പെടുന്നത്. ജലവും ധാതുക്കളും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ, ആ ഭക്ഷണത്തിലുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ കൺസ്യൂം ചെയ്യാറില്ലേ? മെഡിസിൻ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതും എവിടേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? വൻകുടലിൽ വെച്ചിട്ടാണ് അത് നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ചെറുകുടലിന് 3 ഭാഗങ്ങൾ. അപ്പൊ വൻകുടലിന് 3 ഭാഗങ്ങൾ. വൻകുടലിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കോളോൺ, സീക്കം, റെക്ടം. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? കോളോൺ, സീക്കം, റെക്ടം. ഇതില്ല റെക്ടത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു, ദഹനമൊക്കെ നടന്നു, ആഗിരണം ഒക്കെ നടന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാവൂലേ? നമ്മുടെ ഭക്ഷണത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്. ഈ വേസ്റ്റിനെ താൽക്കാലികമായി സംഭരിക്കുന്നത് എവിടെയാണ്? മറ്റെവിടെയുമല്ല, നമ്മുടെ റെക്ടമാണ് ആ മഹത്കർമ്മം ചെയ്യുന്നത്. സോ വേസ്റ്റിനെ താൽക്കാലികമായി എന്ത് ചെയ്യുന്നു? സംഭരിക്കുന്നു. വേസ്റ്റ് സ്ഥിരമായി അവിടെ വെക്കുകയാണോ? അല്ല, ജസ്റ്റ് എന്താണ്? താൽക്കാലികം ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. വേസ്റ്റിനെ താൽക്കാലികമായി അവിടെ സംഭരിക്കുന്നതാണ് ആര് ചെയ്യുന്നത്? റെക്ടം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? വൻകുടൽ 3 ഭാഗങ്ങൾ. ഇനി അടുത്ത അവസാന ഭാഗമാണ് ഇത്, മലാശയം. എന്താണ്? മലാശയത്തിൽ വെച്ചിട്ട് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. മലാശയത്തിൽ വെച്ചിട്ട് മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഇത്രയും ആണ് ദഹന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ദഹന വ്യവസ്ഥ എവിടെ ആരംഭിക്കുന്നു? വായയിൽ തുടങ്ങി അവസാനം എവിടെ വന്ന് നിൽക്കുന്നു? മലാശയത്തിൽ വന്ന് നിൽക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്
വെറും 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഒരിക്കലും ഈ 5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചതെന്നല്ല, പക്ഷെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ മാത്രം ഇവിടെ ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഉത്തരം കമന്റ് ചെയ്തോളൂ. പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഏതാണ്? മറ്റാരുണ്ട്? മറ്റാരാണ്? ആമാശയം. ആമാശയമാണ് എന്തുൽപാദിപ്പിക്കുന്നത്? പെപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രിപ്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി. ഓക്കെ, ഇനി അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ആരാണ്? കരളേ. എന്റെ കരളിന്റെ കരളല്ലേ? അതെ, എന്റെ കരളാണ് എന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കരൾ. ഇത് ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ജലം ആഗിരണം ചെയ്യുന്നത് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ്? നമ്മൾ ആഗിരണം എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ എന്താണ് കരുതുക? ചെറുകുടലാണ്. അല്ല, ആരാണ്? വൻകുടലിൽ വെച്ചാണ് ജലത്തെ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഓപ്ഷൻ സി, വൻകുടലിൽ വെച്ചാണ് ജലം ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തത്, ഇനി 4ാമത്തെ ചോദ്യമാണ്, ഉദരഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആമാശയ രസത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പൊ ആമാശയ രസത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ഓർത്ത് നോക്കിയേ. ശ്ലേഷ്മുണ്ട്. ഓക്കെ, ശ്ലേഷ്മുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. പെപ്സിനും ഉണ്ട്. അപ്പൊ ഉൾപ്പെടാത്തത് ഏതാണ്? മറ്റാരുമല്ല, പെപ്സിൻ ആണ്. ആമാശയ രസത്തിൽ ഉൾപ്പെടാത്തത് പെപ്സിൻ ആണ്. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം, വില്ലസുകൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏത് ഭാഗത്താ വില്ലസുകൾ കാണപ്പെടുന്നത്? വില്ലസുകൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത് നോക്കൂ. കരൾ, ചെറുകുടൽ, അന്നനാളം, ആമാശയം. ഇവരിൽ എവിടെയാണ് വില്ലസുകൾ ഉള്ളത്? വില്ലസുകൾ ഉള്ളത് ചെറുകുടലിലാണ്. ഓക്കെ, വില്ലസ് ഉള്ളത് എവിടെയാണ്? ചെറുകുടലിലാണ്. സോ ആൻസർ ഓപ്ഷൻ സി, ചെറുകുടൽ. ഓക്കെ, സോ ഇതോടുകൂടി ദഹന വ്യവസ്ഥ, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, മനുഷ്യരിലെ ദഹന വ്യവസ്ഥ എന്ന ഭാഗത്തിന്റെ മുഴുവൻ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ക്രിസ്പായിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ തന്നിട്ടുണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 2 and 1 ഈ ഒരു ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യില്ല, മിസ് ചെയ്യില്ല. മാക്സിമം ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അറിയിക്കാം. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രം എഡിഫൈ ലേണിംഗ്.